മുഹമ്മദ് ഹുസൈൻ ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ മാത്രമാണെങ്കിൽ എങ്ങനെ വി ഡി സതീശനുമൊത്തുള്ള ഇത്രയധികം ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു? വിവാദങ്ങളിൽ വ്യക്തത വരുത്താതെ മുഖ്യമന്ത്രി കൂടുതൽ പ്രതിരോധത്തിലാവുകയാണോ ചെയ്തത് എന്നതാണ് ചോദ്യം. സഞ്ജു ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സഞ്ജു ദേവസ്യ, പറഞ്ഞു കുടുങ്ങിയോ മുഖ്യമന്ത്രി വീണ്ടും? ഡോക്ടർ അരുൺകുമാർ, കാലിക്കടവ് MDMA കേസിലെ പ്രതികളെ അറിയാമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ സമ്മതിക്കുകയാണ്. അങ്ങനെ സമ്മതിക്കാതെ തരമില്ല. അതിന്റെ കാര്യം ഈ പ്രതികളുമായി, പ്രത്യേകിച്ച് ഹുസൈൻ എന്ന പ്രതിയുമായും ഒക്കെയുള്ള ബന്ധത്തിന്റെ ആഴം വെളിവാക്കുന്ന തെളിവുകൾ ഇതിനകം ഓരോന്നായി പുറത്തു വന്നതാണ്. പക്ഷെ ഒരു ദുർബല പ്രതിരോധം മുഖ്യമന്ത്രി ഉയർത്തുകയാണ്. അതായത് പെരുമ്പാവൂരിനടുത്തുള്ള MGM സ്കൂളിന് സമീപം നവകേരള യാത്രയ്ക്കെതിരായ പ്രതിഷേധം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസുകാർ. ആ പ്രതിഷേധത്തിനിടെ പോലീസ് ലാത്തിച്ചാർജിൽ ഗുരുതര പരിക്കേറ്റ ഹുസൈന് അങ്ങനെയാണ് ആദ്യമായി വിളിക്കുന്നത്, പിന്നീട് സന്ദർശിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യം. പക്ഷേ ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ഡിസംബർ 7 മുതൽ 10 വരെയാണ് ഈ നവകേരള യാത്ര നടക്കുന്നത്. അതിനു മുൻപ് ഒക്ടോബറിലും മുഖ്യമന്ത്രിയുമായി ഒപ്പമുള്ള കൂടുതൽ ചിത്രങ്ങളും മറ്റും ഇതേ പ്രതി ഹുസൈൻ പങ്കുവച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അവിടെയുള്ള കരിങ്കൊടി പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ റീലുകളാക്കി ഈ ഹുസൈൻ പങ്കുവച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. പക്ഷേ ഏതെങ്കിലും രൂപത്തിലുള്ള ഗുരുതരമായ പരിക്കു പറ്റിയതിന്റെ തെളിവുകൾ അവിടെയുമില്ല എന്നത് കാണാം. എന്നു മാത്രമല്ല, ഇങ്ങനെ ഉള്ള ഒരു പ്രതിഷേധത്തിനിടെ പരിക്കു പറ്റിയ പ്രവർത്തകനുമായുള്ള ബന്ധം എന്നത് മാത്രമാണോ? ഈ ദൃശ്യങ്ങൾ ഓരോന്നായി പറഞ്ഞു തരുന്നുണ്ട്, തെളിവുകൾ ഓരോന്നായി പറഞ്ഞു തരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഓഫീസുകളിൽ, വസതികളിൽ, സ്വകാര്യ ഇടങ്ങളിലൊക്കെ നിരന്തര സാന്നിധ്യം ഉണ്ടാകുന്നത് ആ സംഭവത്തിന് ശേഷം മാത്രമാണോ എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് ആയിരിക്കുകയും അതിനുശേഷവും ഈ കൂടുതൽ സൗഹൃദവും ബന്ധവും പുലർത്തിയിരുന്നതിന്റെ തെളിവുകൾ ഇതേ ഹുസൈൻ തന്നെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അന്ന് ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ അതിന്റെ എല്ലാം മർദ്ദനമേറ്റതിന്റെ മറ്റും ദൃശ്യങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മറ്റുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവച്ചിരുന്നു. പക്ഷെ അത്തരം ദൃശ്യങ്ങളൊന്നും പങ്കുവെക്കപ്പെട്ടിരുന്നില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. അവിടെ ഗുരുതരമായി പരിക്കേറ്റെങ്കിൽ അങ്ങനെ അതിനെ സാധൂകരിക്കും വിധമുള്ള ദൃശ്യങ്ങളൊന്നും അന്നും പങ്കുവെക്കപ്പെട്ടിരുന്നില്ല എന്നതുകൂടി കാണണം. അപ്പോൾ മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നത് ഒരു ദുർബല പ്രതിരോധമാണെന്ന് കാണാം. ഡോക്ടർ അരുൺകുമാർ, താങ്ക് യു. സഞ്ജു ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.